നമസ്കാരം. KAS മെന്ററിലേക്ക് സ്വാഗതം. മെയ് 14 മുതൽ 20 വരെയുള്ള തീയതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയേഴ്സിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ പരിഗണിക്കുന്ന വിഭാഗം നാഷണൽ ന്യൂസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിന്റെ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബ്രീഫ് 2020 എന്ന റിപ്പോർട്ട് അനുസരിച്ച് 2020 ഇന്ത്യയിലേക്ക് $83 ബില്യൺ റെമിറ്റൻസ് ഇൻഫ്ലോ ഉണ്ടായി. അപ്പോൾ എന്താണ് റെമിറ്റൻസ്? റെമിറ്റൻസ് എന്ന് പറയുന്നത് അൻ എമൗണ്ട് ഓഫ് മണി സെൻഡ് ഫ്രം വൺ പാർട്ടി ടു അനദർ, യൂഷ്വലി ഓവർസീസ്. അതായത് ഫോർ എക്സാമ്പിൾ പാർട്ടി എ, പാർട്ടി ബി എന്ന് പറയുന്ന രണ്ട് ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ പാർട്ടി എ എന്ന് പറയുന്ന ആൾ അമേരിക്കയിലും പാർട്ടി ബി എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലുമാണെന്ന് വിചാരിക്കാം. അപ്പോൾ പാർട്ടി എ അമേരിക്കയിൽ നിന്ന് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് മണി ഇന്ത്യയിലുള്ള പാർട്ടി ബിക്ക് അയച്ചു കൊടുക്കുന്നു. സിംപ്ലി ഇതിനെയാണ് നമ്മൾ ഒരു റെമിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേയ്മെന്റ് എന്ന് പറയുന്നത് അത് പേഴ്സണൽ പേയ്മെന്റോ അല്ലെങ്കിൽ ബിസിനസ് പേയ്മെന്റോ ആയിരിക്കാം. അങ്ങനെ 2020 ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഇൻഫ്ലോ ഉണ്ടായ രാജ്യം. ചൈനയാണ് സെക്കൻഡ്, മെക്സിക്കോ ആണ് തേർഡ്. COVID-19 സംബന്ധമായ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് 0.2% കുറവ് മാത്രമേ ഈ റെമിറ്റൻസ് ഇൻഫ്ലോയിൽ നമുക്ക് വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഔട്ട്ഫ്ലോ ഉണ്ടായ രാജ്യം USA ആണ്. റെമിറ്റൻസ് ഔട്ട്ഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തു നിന്നാണ് മറ്റു രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ അപ്രൈസൽ കമ്മിറ്റി ഗ്രേറ്റർ നിക്കോബാർ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് അതിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നടത്താൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തു എന്നതാണ്. ഈ എൻവയോൺമെന്റൽ അപ്രൈസൽ കമ്മിറ്റി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കീഴിൽ വരുന്ന ഒരു കമ്മിറ്റിയാണ്. ഇനി എന്താണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അല്ലെങ്കിൽ EIA എന്ന് പറയുന്നത്? അതായത് ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് അതെന്തുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് അല്ലെങ്കിൽ അത്തരം തരത്തിലുള്ള എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ആയിക്കൊള്ളട്ടെ, ആ ഒരു പെർട്ടിക്കുലർ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് പരിസ്ഥിതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഘാതങ്ങൾ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ EIA അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റർ നിക്കോബാർ പ്ലാൻ എന്താണ്? ഇത് നീതി ആയോഗ് പ്രപ്പോസ് ചെയ്ത ഒരു പ്ലാൻ ആണ്. അതായത് ഗ്രേറ്റർ നിക്കോബാർ എന്ന് പറയുന്ന ഏരിയയുടെ സമൂല വികസനത്തിനായിട്ട് നീതി ആയോഗ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാൻ ആണ് ഗ്രേറ്റർ നിക്കോബാർ പ്ലാൻ. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ട്, ഒരു പവർ പ്ലാന്റ്, ഒരു ടൗൺഷിപ്പ് എന്നിവ ഏതാണ്ട് 75,000 കോടി രൂപയിൽ പണി കഴിപ്പിക്കാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിന്റെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഈ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. നാഷണൽ ന്യൂസിൽ വരുന്ന മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഗ്ലോബൽ കോവാക്സ് അലയൻസിൽ ജോയിൻ ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് പഞ്ചാബ് മാറി. എന്താണ് ഈ ഗ്ലോബൽ കോവാക്സ് അലയൻസ്? COVID-19 എന്ന മഹാമാരിക്കെതിരെയുള്ള വാക്സിൻ ഡെവലപ്മെന്റ്, ആ വാക്സിന്റെ നിർമ്മാണം എന്നിവ വേഗത്തിലാക്കുക, ഈ വാക്സിൻ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ പരിഗണനയോടെ ലഭ്യമാക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു ആഗോള കൂട്ടായ്മയാണ് നമ്മൾ ഗ്ലോബൽ കോവാക്സ് അലയൻസ് എന്ന് പറയുന്നത്. ഇത് കൊയാലിഷൻ ഫോർ എപ്പിഡമിക് പ്രിപ്പയർനെസ് ഇന്നൊവേഷൻ അല്ലെങ്കിൽ CEPI, ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ GAVI, WHO, യുണിസെഫ് എന്നീ 4 സംഘടനകൾ മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. 2021 ഏതാണ്ട് 2 ബില്യൺ ഡോസ് COVID-19 വാക്സിൻ ലഭ്യമാക്കുക എന്നതാണ് ഈ ഗ്ലോബൽ കോവാക്സ് അലയൻസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. WHO 2020 ഒക്ടോബറിൽ പറഞ്ഞതനുസരിച്ച് 180 രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ ഗ്ലോബൽ കോവാക്സ് അലയൻസിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിലേക്കാണ് പഞ്ചാബ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇപ്പോൾ അംഗമായിരിക്കുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഗവൺമെന്റ് മിഷൻ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തു. COVID-19 മഹാമാരിയുടെ 3ാം തരംഗത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി മഹാരാഷ്ട്ര ഗവൺമെന്റ് നടപ്പാക്കിയിരിക്കുന്നത്. ഇനി എന്താണ് മിഷൻ ഓക്സിജൻ? മഹാരാഷ്ട്രയിൽ ഓക്സിജൻ നിർമ്മാണം വർദ്ധിപ്പിക്കുക എന്നതാണ് മിഷൻ ഓക്സിജന്റെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ ഈ ഓക്സിജന്റെ സപ്ലൈ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾക്ക് മഹാരാഷ്ട്ര ക്യാബിനറ്റ് സ്പെഷ്യൽ ഇൻസെന്റീവ്സ് അനുവദിച്ചിട്ടുണ്ട്. മറാത്ത്വാഡ്, വിദർഭ എന്നീ സ്ഥലങ്ങളിൽ 150% GST വെയ്വറും ബാക്കി സ്ഥലങ്ങളിൽ 100% GST വെയ്വറുമാണ് ഈ ഒരു മിഷൻ ഓക്സിജന്റെ കീഴിൽ മഹാരാഷ്ട്രയുടെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്.
അടുത്തത് പഞ്ചാബ് അവരുടെ 23ാമത്തെ ജില്ലയായിട്ട് മലർക്കോട്ട്ല എന്ന് പറയുന്ന സ്ഥലത്തെ പ്രഖ്യാപിച്ചു. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്ട്സ് എന്ന് പറയുന്നത് സിംഗൂർ എന്ന് പറയുന്ന ജില്ലയിൽ നിന്നുമാണ് ഈ പുതിയ മലർക്കോട്ട്ല എന്ന് പറയുന്ന ജില്ല രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ഒരു പുതിയ ജില്ല സ്ഥാപിക്കുന്നത്, ആർക്കാണ് അതിൻ്റെ അധികാരം എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു പുതിയ ജില്ല സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള ജില്ലകളെ റദ്ദ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അതിന് രൂപമാറ്റം വരുത്തുന്നതിനുമുള്ള അധികാരം പൂർണ്ണമായിട്ടും സംസ്ഥാന ഗവൺമെന്റിനാണ് ഉള്ളത്. ഇത്തരമൊരു പുതിയ ജില്ലയുടെ രൂപീകരണം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴിയോ അല്ലെങ്കിൽ ഒരു നിയമം പാസ്സാക്കുന്നതിലൂടെയോ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ കൂടുതലായും ഇത് ചെയ്യുന്നത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴിയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് ഇങ്ങനെ പുതിയ ജില്ല സ്ഥാപിക്കുന്നതിനോ റദ്ദ് ചെയ്യുന്നതിനോ ഉള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരമില്ല. നിലവിൽ ഇന്ത്യയിൽ 718 ജില്ലകളാണ് ഉള്ളത്. അടുത്തത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് സ്ഥാപിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കർണാടകയാണ് എന്ന് പറയുന്ന ന്യൂസാണ്. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് സ്ഥാപിക്കുന്നത് റൂറൽ ഏരിയകളിൽ പ്രാഥമിക വൈദ്യസഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ആയുഷ്മാൻ ഭാരതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലറാണ് ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറയുന്നത്. നിലവിൽ കർണാടക എന്ന സംസ്ഥാനം 5832 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ആയുഷ്മാൻ ഭാരത്? ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായി അറിയപ്പെടുന്ന ആയുഷ്മാൻ ഭാരത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന 2018 സെപ്റ്റംബർ 23 ആരംഭിക്കുന്നത്. സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആശുപത്രി കേസുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രസ്തുത കുടുംബത്തിന് ഏതാണ്ട് 5 ലക്ഷം രൂപ വരെ ഒരു വർഷം ഹെൽത്ത് കെയർ ഇൻഷുറൻസായി ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത്. ഇതിന്റെ ഫണ്ട് ഷെയറിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് 60:40 ആണ്. അതായത് 60% ഫണ്ടിങ് കേന്ദ്ര ഗവൺമെന്റും 40% ഫണ്ടിങ് സംസ്ഥാന ഗവൺമെന്റുമാണ്. 2022 ഡിസംബറോടെ ഏതാണ്ട് 1.5 ലക്ഷം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് സ്ഥാപിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ ആയുഷ്മാൻ ഭാരതിലൂടെ ലക്ഷ്യമിടുന്നത്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സ്മാർട്ട് സിറ്റി എന്ന പദ്ധതിയുടെ നടത്തിപ്പിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പഞ്ചാബാണ് എന്നുള്ളതാണ്. രാജസ്ഥാനാണ് 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സ്മാർട്ട് സിറ്റി പദ്ധതി എന്നുള്ളതാണ്. ഒരു സ്ഥലത്തെ ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത നിലവാരം നൽകുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സിറ്റികളിൽ സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് സ്മാർട്ട് സിറ്റി എന്ന പദ്ധതി കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. 2015 ഏതാണ്ട് 48,000 കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നിലവിൽ വരുന്നത്. ആദ്യഘട്ടത്തിൽ 100 സിറ്റികളെയാണ് ഇന്ത്യയിൽ നിന്നുള്ള 100 സിറ്റികളെയാണ് സ്മാർട്ട് സിറ്റികളായി ഉയർത്താൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2021-22 കേന്ദ്ര ബഡ്ജറ്റിൽ ഏതാണ്ട് 6,450 കോടി രൂപയാണ് ഈ പദ്ധതിക്കായിട്ട് നീക്കിവച്ചിരിക്കുന്നത്. അടുത്തത് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് മഹുത്താരി ദുലാർ യോജന എന്ന് പറയുന്ന ഒരു പുതിയ സ്കീം ലോഞ്ച് ചെയ്തു. അതായത് കോവിഡ് മഹാമാരി മൂലം കുടുംബം നഷ്ടമായ അല്ലെങ്കിൽ ഓർഫൻസ് ആയ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പ്രതിമാസം ലഭിക്കുന്ന ഒരു സ്റ്റൈപ്പൻഡ് രീതിയിലാണ് ഈ ഒരു സ്കീമിന്റെ പ്രയോജനം ഈ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഗവൺമെന്റ് സ്കൂളിലും പ്രൈവറ്റ് സ്കൂളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതാണ്. ക്ലാസ് 1 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് പ്രതിമാസം 500 രൂപയും ക്ലാസ് 9 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപയുമാണ് ഈ ഒരു സ്കീമിന്റെ കീഴിൽ നൽകുന്നത്. ഇവർക്ക് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രയോറിറ്റി അഡ്മിഷൻ ഉറപ്പാക്കുകയും ചെയ്യും. അടുത്തതായി നമ്മൾ നോക്കുന്ന വിഭാഗം ഇന്റർനാഷണൽ ന്യൂസ് ആണ്. അതിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് വെരിസ്ക് മേപ്പിൾക്രോഫ്റ്റ് എന്ന് പറയുന്ന റിസർച്ച് ഫേം അവർ പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ എൻവയോൺമെന്റലി റിസ്കിയസ്റ്റ് ആയ 100 സിറ്റികളിൽ 43 എണ്ണം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഈ ഒരു ന്യൂസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്ട്സ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് ഏറ്റവും എൻവയോൺമെന്റലി റിസ്കിയസ്റ്റ് ആയിട്ടുള്ള സിറ്റി ആയിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 100 റിസ്കിയസ്റ്റ് സിറ്റികളിൽ 99 എണ്ണവും ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പെറുവിന്റെ തലസ്ഥാനമായ ലിമ എന്ന സിറ്റി മാത്രമാണ് ഏഷ്യയിലല്ലാത്ത ഒരേ ഒരു സിറ്റി. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ ആണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സിറ്റി ആയിട്ട് ഈ ഒരു റിപ്പോർട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ട് 567 ലോകത്തിലെ 567 ലാർജസ്റ്റ് അർബൻ സെന്റേഴ്സിനെയാണ് റാങ്ക് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഭാഗം എന്ന് പറയുന്നത് സിവിക്സ് ആണ്. അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ട്രിബ്യൂണൽസ് റിഫോംസ് റാഷണലൈസേഷൻ ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസ് ഓർഡിനൻസ് 2021 പുറത്തിറക്കി.
ഈ ഒരു ഓർഡിനൻസ് അനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള പ്രധാനപ്പെട്ട ചില അപ്പലേറ്റ് ട്രിബ്യൂണലുകൾ അസാധുവാക്കപ്പെട്ടു. ഇവയുടെ അധികാരങ്ങൾ മറ്റു ചില ജുഡീഷ്യൽ സംവിധാനങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. ഈ ഒരു ന്യൂസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റ്സ്. എന്താണ് ട്രിബ്യൂണൽ? ഇത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഭരണഘടനയുടെ 42ാമത് അമെൻമെന്റിലൂടെയാണ് ഈ ട്രിബ്യൂണൽസിന് നിയമസാധുത കൈവരുന്നത്. ആർട്ടിക്കിൾ 323A, 323B എന്നിവ ഈ ട്രിബ്യൂണൽസിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഇനി എന്തിനാണ് ഇത്തരം ട്രിബ്യൂണലുകൾ? റെഗുലർ കോർട്ടുകളിലുള്ള കേസുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ട്രിബ്യൂണൽസ് സ്ഥാപിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഓർഡിനൻസ് വഴി ഗവൺമെന്റ് ഒരുപാട് അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ അധികാരങ്ങൾ എടുത്തു കളഞ്ഞു. അതിനാൽ തന്നെ ഈ ഒരു ഓർഡിനൻസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കേന്ദ്ര സർക്കാർ ഇതോടൊപ്പം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് ഒരു നാഷണൽ ട്രിബ്യൂണൽസ് കമ്മീഷൻ അല്ലെങ്കിൽ NTC സ്ഥാപിക്കാൻ പോകുന്നു എന്നത്. എന്താണ് NTC അല്ലെങ്കിൽ എന്തിനാണ് NTC? ഇപ്പോൾ നിലവിലുള്ള ട്രിബ്യൂണൽസിനെ സൂപ്പർവൈസ് ചെയ്യാനും നിയന്ത്രിക്കാനുമുള്ള ഒരു അംബ്രല്ല ബോഡിയായിട്ടാണ് സർക്കാർ നാഷണൽ ട്രിബ്യൂണൽസ് കമ്മീഷൻ അല്ലെങ്കിൽ NTCയെ വിഭാവനം ചെയ്തിരിക്കുന്നത്. NTC എല്ലാ ട്രിബ്യൂണൽസിലും ഒരു യൂണിഫോം അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുകയും അതോടൊപ്പം ട്രിബ്യൂണൽസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ ഫംഗ്ഷൻസിൽ കൃത്യമായൊരു വേർതിരിവ് ഉറപ്പാക്കുകയും ചെയ്യും. ഇനി മുതൽ ട്രിബ്യൂണൽസിൽ അതിന്റെ ചെയർപേഴ്സണെയും മറ്റ് മെമ്പേഴ്സിനെയും തിരഞ്ഞെടുക്കുന്നത് ഈ നാഷണൽ ട്രിബ്യൂണൽസ് കമ്മീഷൻ ആയിരിക്കും. ഇത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് സമാനമായ രീതിയിലാണ് ഗവൺമെന്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനൊരു ബോർഡ്, ഒരു CEO, ഒരു സെക്രട്ടേറിയറ്റ് എന്നിവ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ജൂപ്പിറ്റൈസ് ജസ്റ്റിസ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ലോകത്തിലെ ആദ്യത്തെ ഒരു പ്രൈവറ്റ് ഡിജിറ്റൽ കോർട്ട് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഈ ജൂപ്പിറ്റൈസ് ജസ്റ്റിസ് ടെക്നോളജി എന്ന് പറയുന്നത് പഞ്ചാബിലെ ചണ്ഡീഗഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. ബ്ലോക്ക് ചെയിൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവ ഉപയോഗിച്ചാണ് ഈ ഒരു പ്രൈവറ്റ് ഡിജിറ്റൽ കോർട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഈ ഒരു മെക്കാനിസത്തെ നമ്മൾ ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം അല്ലെങ്കിൽ ADR എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം? അതായത് ഒരു ജുഡീഷ്യൽ സംവിധാനത്തിന്റെ സഹായമില്ലാതെ യാതൊരുവിധ വിസ്താരവും കൂടാതെ രണ്ട് വ്യക്തികൾക്കോ അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾക്കോ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. 1987 പാസാക്കിയ ദ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987 ആണ് ഈ ഒരു ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷന് നിയമ പിൻബലം നൽകുന്നത്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്കോണമി എന്ന് പറയുന്ന വിഭാഗമാണ്. അതിൽ വരുന്ന ആദ്യത്തെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലക്ഷ്മി വിലാസ് ബാങ്കിനെ RBI ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂളിൽ നിന്ന് നീക്കം ചെയ്തു എന്നുള്ളതാണ്. 2020 ഈ ലക്ഷ്മി വിലാസ് ബാങ്ക് DBS ബാങ്കുമായി ലയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് RBI ഇപ്പോൾ ഈ ബാങ്കിന്റെ പേര് RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ സെക്കൻഡ് ഷെഡ്യൂൾ? 1934 പാസാക്കിയ RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ചില പ്രധാനപ്പെട്ട ബാങ്കുകളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ സെക്കൻഡ് ഷെഡ്യൂളിൽ പേരുള്ള ബാങ്കുകളെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഈ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നതിന് ചില പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്, ബട്ട് അതിവിടെ നമ്മൾ പറയുന്നില്ല. ഇങ്ങനെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ഷെഡ്യൂൾഡ് ബാങ്ക് ആയിട്ട് മാറാൻ കഴിയും. ഒരു കൊമേഴ്ഷ്യൽ ബാങ്കാണ് ഷെഡ്യൂൾഡ് സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നും, ഇനി ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഈ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നും വിളിക്കുന്നു. എക്കോണമി എന്ന വിഭാഗത്തിൽ വരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി അല്ലെങ്കിൽ IDRBT എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരു നെക്സ്റ്റ് ജനറേഷൻ ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നു. അതിന്റെ പേര് നാഷണൽ ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ NADI എന്നതാണ്. ഇതിൽ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ഈ നാഷണൽ ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ഓൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഇതിന്റെ മോണിറ്ററിംഗ്, അതിന്റെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒക്കെ ഈ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ IDRBT അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ഇക്കോണമിയിൽ വരുന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് WPI ഇൻഫ്ലേഷൻ 11 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 10.5% എത്തി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇൻഫ്ലേഷൻ എന്നുള്ളതാണ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വിലയിലുണ്ടാകുന്ന അനിയന്ത്രിതമായ വർധനവിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്.
ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിലെ പണത്തിൻ്റെ പർച്ചേസിംഗ് പവർ കുറയുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സിമ്പിളായിട്ടത് മനസ്സിലാകും. നിങ്ങൾ ഒരു കടയിൽ നിന്ന് സ്ഥിരമായി 10 രൂപയ്ക്ക് ഒരു സോപ്പ് മേടിക്കുന്നു എന്ന് വിചാരിക്കുക. അടുത്ത തവണ നിങ്ങൾ സോപ്പ് മേടിക്കാൻ ചെല്ലുമ്പോൾ കടക്കാരൻ നിങ്ങളോട് പറയുന്നു, ഈ സോപ്പിന് 10 രൂപയല്ല, ഇതിനിപ്പോൾ 15 രൂപയാണെന്ന് പറയുന്നു. അവിടെ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ആ സോപ്പിൻ്റെ വില 10-ൽ നിന്ന് 15 ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 10 രൂപ കൊണ്ട് നിങ്ങൾക്കിനി ആ സോപ്പ് മേടിക്കാൻ കഴിയില്ല. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ട് 2 മെഷേഴ്സാണ് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനെ WPI ഇൻഡെക്സ് അല്ലെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ CPI ഇൻഡെക്സ് എന്ന് വിളിക്കുന്നു. ഇതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ CPI ഇൻഡെക്സ് ആണ്. എന്താണ് ഈ CPI ഇൻഡെക്സ്, ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നത്? ഇവ ബേസിക്കലി കുറേ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒരു കൂട്ടം അല്ലെങ്കിൽ ബാസ്ക്കറ്റാണ്. ഈ വസ്തുക്കളുടെ വിലയിൽ ഉണ്ടാകുന്ന വർധനവിനെ ഒരു പ്രത്യേക വർഷത്തെ വിലയുമായിട്ട് താരതമ്യം ചെയ്താണ് നമ്മൾ ഇൻഫ്ലേഷൻ കണ്ടെത്തുന്നത്. ഈ പ്രത്യേക വർഷത്തെ നമ്മൾ ബേസ് ഇയർ എന്ന് പറയും. അപ്പോൾ WPI ഇൻഡെക്സിലും CPI ഇൻഡെക്സിലും ഈ ബേസ് ഇയർ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 2011-12 വർഷമാണ്. CPI ഇൻഡെക്സ് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നത് കൺസ്യൂമറിൻ്റെ ഭാഗത്തു നിന്നാണ് ഇൻഫ്ലേഷൻ പരിശോധിക്കുന്നത്. അതായത് ഒരു കൺസ്യൂമർ ഒരു സാധനം വാങ്ങുമ്പോൾ ആ കടക്കാരന് നൽകുന്ന വിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് CPI ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. CPI ഇൻഡെക്സിൽ റൂറൽ ബാസ്ക്കറ്റും അർബൻ ബാസ്ക്കറ്റും ഉണ്ട്. റൂറൽ ബാസ്ക്കറ്റിൽ 448 ഐറ്റംസും അർബൻ ബാസ്ക്കറ്റിൽ 460 ഐറ്റംസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി WPI ഇൻഡെക്സ് എന്ന് പറയുന്നത് ഹോൾസെയിൽ ലെവലിലുള്ള വിലയാണ്. ആ ഒരു വിലയാണ് ഈ ഒരു WPI ഇൻഡെക്സ് പരിശോധിക്കുന്നത്. അതായത് വിവിധ വസ്തുക്കളുടെ മാനുഫാക്ചേഴ്സും അതിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സും നൽകേണ്ടി വരുന്ന വിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നിർണ്ണയിക്കുന്നത്. 697 വസ്തുക്കളാണ് ഈ WPI ബാസ്ക്കറ്റിൽ ഉള്ളത്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന വിഭാഗമാണ്. അതിൽ വരുന്ന ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ചൈനയുടെ ആദ്യത്തെ മാർസ് റോവറായ ഷുറോങ് മാർസിൽ ലാൻഡ് ചെയ്തു എന്നുള്ളതാണ്. 2020 ജൂലൈയിൽ ലോങ് മാർച്ച് 5 എന്ന റോക്കറ്റിലാണ് ഈ ഒരു റോവർ ലോഞ്ച് ചെയ്തത്. ടിയാൻവെൻ 1 എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ ഭാഗമാണ് ഈ ഷുറോങ് എന്ന റോവർ. ചൈനയുടെ ആദ്യത്തെ മാർസ് മിഷനാണ് ഈ ടിയാൻവെൻ 1 എന്ന് പറയുന്നത്. മാർസിലെ ഉട്ടോപ്യൻ പ്ലാന്റിയ റീജിയണിലാണ് ഈ ഷുറോങ് റോവർ ലാൻഡ് ചെയ്തത്. ചൊവ്വാഗ്രഹത്തിന്റെ മണ്ണിന്റെ ഘടന പഠിക്കുക, ജലസാന്നിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നിവയാണ് ഈ ഒരു റോവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അടുത്ത പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളും സ്പേസ് എക്സും തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആരംഭിച്ചു. സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് വഴിയുള്ള ഹൈസ്പീഡ് ഇന്റർനെറ്റ് നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് ഈ സ്റ്റാർലിങ്ക് പ്രോജക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭൂമിയെ വലം വെക്കുന്ന അനേകം സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ ബ്രോഡ്ബാൻഡ് സ്ഥാപിച്ച് അതുവഴി ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലോകത്തെല്ലായിടത്തും എത്തിക്കുക എന്നതാണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന പദ്ധതി. സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുവരെ 610 സാറ്റലൈറ്റ്സ് ആണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ബഹിരാകാശത്തേക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷനാണ് സ്റ്റാർലിങ്ക് എന്നത്. അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയെന്ന് പറയുന്നത് ചൈന അവരുടെ ഓഷ്യൻ ഒബ്സർവേഷൻ സാറ്റലൈറ്റായ ഹയാങ് 2D വിക്ഷേപിച്ചു. ഈ ഹയാങ് 2D അല്ലെങ്കിൽ HY2D എന്ന് പറയുന്ന ഈ ഒരു സാറ്റലൈറ്റ് ലോങ് മാർച്ച് 4B എന്ന് പറയുന്ന റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. ചൈനയുടെ ഏർലി വാർണിംഗ് സിസ്റ്റം, മറൈൻ ഡിസാസ്റ്റർ പ്രെഡിക്ഷൻ സിസ്റ്റം എന്നിവ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ദൗത്യം. നേരത്തെ തന്നെ വിക്ഷേപിച്ചിട്ടുള്ള HY2B, HY2C എന്നീ സാറ്റലൈറ്റുകളുമായി ചേർന്നിട്ട് ഒരു സാറ്റലൈറ്റ് കോൺസ്റ്റലേഷനായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2050 നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന് പറയുന്ന ലക്ഷ്യം നേടാനുള്ള കീ എന്ന് പറയുന്നത് പുതിയ ഓയിൽ, ഗ്യാസ് ആൻഡ് കോൾ ഫീൽഡുകൾ നിർത്തലാക്കുക എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടിന്റെ പേര് നെറ്റ് സീറോ ബൈ 2050 എന്നതാണ്. ഇന്റർനാഷണൽ എനർജി ഏജൻസി പറയുന്നതനുസരിച്ച് 2050 നെറ്റ് സീറോ കാർബൺ എമിഷൻ നേടുക എന്നത് ആഗോളതാപനം മൂലമുണ്ടാകുന്ന ടെമ്പറേച്ചർ റൈസ് ഏതാണ്ട് 1.5 ഡിഗ്രി സെൽഷ്യസിന് താഴെ നിർത്താൻ അത്യാവശ്യമാണെന്നാണ്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ രാജ്യങ്ങൾക്ക് ഈ ലക്ഷ്യം നേടാൻ കഴിയില്ലെന്നും അതിന്റെ ഫലമായി 2050 ഈ ടെമ്പറേച്ചർ റൈസ് ഏതാണ്ട് 2.1 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുമെന്നുമാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ടത് എന്താണ് ഇന്റർനാഷണൽ എനർജി ഏജൻസി. ഇന്റർനാഷണൽ എനർജി ഏജൻസി അല്ലെങ്കിൽ IEA എന്ന് പറയുന്നത് പാരീസ് ആസ്ഥാനമായിട്ടുള്ള ഒരു ഓട്ടോണമസ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. OECD അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന സംഘടനയുടെ ഫ്രെയിംവർക്കിലാണ്
ഈ IEA സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വിവിധ രാജ്യങ്ങൾക്ക് ക്ലീൻ എനർജി, കാർബൺ എമിഷൻ എന്നിവ തുടങ്ങിയ വിഷയങ്ങളിൽ ഉപദേശം നൽകുക, ആവശ്യമായ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുക, സൊല്യൂഷൻസ് നിർദ്ദേശിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും IEA നിർവഹിക്കുന്നത്. 30 മെമ്പർ കൺട്രീസാണ് ഇപ്പോൾ IEAയിലുള്ളത്. ഇന്ത്യ ഇതിലൊരു മെമ്പർ അല്ല. അടുത്ത പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് യൂറോപ്പ് അവരുടെ വ്യാഴം ഗ്രഹത്തിന്റെ പര്യവേഷണത്തിന് വേണ്ടിയിട്ടുള്ള ജൂസ് എന്ന് പറയുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് അതിന്റെ ടെസ്റ്റിംഗ് ഫേസ് ആരംഭിച്ചു എന്നുള്ളതാണ്. ജൂപ്പിറ്റർ IC മൂൺസ് എക്സ്പ്ലോറർ, ജൂസ് എന്നാണ് ഇതിന്റെ പേര്. ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം ഗ്രഹത്തിന്റെ 3 പ്രധാന ഉപഗ്രഹങ്ങളായ യൂറോപ്പ, കാലിസ്റ്റോ, ഗാനിമീഡ് എന്നിവയെ പറ്റി കൂടുതൽ പഠിക്കുകയാണ് ഈ ഒരു ജൂസ് എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. 2022 ഇത് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് 2029 ഇത് വ്യാഴം ഗ്രഹത്തിന്റെ അടുത്തെത്തും. നമ്മൾ അവസാനമായി ചർച്ച ചെയ്യുന്ന വിഭാഗം ജോഗ്രഫിയാണ്. അതിൽ വരുന്ന ഈ ആഴ്ചത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ടൗട്ടെ ചുഴലിക്കാറ്റിനെ പറ്റിയാണ്. ടൗട്ടെ ചുഴലിക്കാറ്റിൽ കേരളത്തിൽ 2 മരണം സംഭവിച്ചു. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളെയാണ് ഈ ചുഴലിക്കാറ്റ് സാരമായി ബാധിച്ചത്. കേരളം, ഗുജറാത്ത്, ഗോവ, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവയാണ് ഈ സംസ്ഥാനങ്ങൾ. അപ്പോൾ ടൗട്ടെ ചുഴലിക്കാറ്റുമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഫാക്ട്സ് എന്ന് പറയുന്നത് ഈ ചുഴലിക്കാറ്റിന് ടൗട്ടെ എന്ന പേര് നൽകിയിരിക്കുന്നത് മ്യാൻമർ ആണ്. അറേബ്യൻ കടലിലാണ് ഈ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. അറേബ്യൻ കടലിൽ ഉണ്ടാകുന്ന തുടർച്ചയായ 4ാമത്തെ ചുഴലിക്കാറ്റാണ് ടൗട്ടെ. ടൗട്ടെ എന്ന പദത്തിന്റെ അർത്ഥം ഗെക്കോ, അതായത് ഹൈലി വോക്കൽ ലിസാർഡ് എന്നാണ്. ഈ ഗെക്കോ എന്ന വാക്ക് ഒരു ബർമീസ് പദമാണ്. എക്സ്ട്രീം സിവിയർ സൈക്ലോണിക് സ്റ്റോം അല്ലെങ്കിൽ ESCS എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ ടൗട്ടെ ചുഴലിക്കാറ്റിനെ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണ് ഈ ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മറ്റൊരു അനാലിസിസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.